ലോകകപ്പ് സെമിഫൈനൽ പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് അർജന്റീന ഫൈനലിൽ കടന്നു. കളി തീരാൻ 5 മിനിറ്റ് മാത്രം ബാക്കി നിൽക്കെ ഒരു ഗോളിന്റെ ബലത്തിൽ മുന്നിലായിരുന്നു ഇംഗ്ലീഷ് ടീം. അവർ ഫൈനൽ സ്വപ്നം കാണാനും തുടങ്ങിയിരുന്നു. 5 മിനിറ്റ് അകലെ തോൽവി കാത്തിരിക്കുമ്പോഴാണ് എൻസോ ഫെർണാണ്ടസ് അർജന്റീനക്കായി ഗോൾ നേടുന്നത്. എൻസോയുടെ ഗോളിന് തൊട്ടു മുൻപുള്ള ഷോട്ട് ജോർദാൻ പിക്ഫോർഡ് തട്ടി അകറ്റിയെങ്കിലും മെസ്സി കൊടുത്ത പാസിൽ നിന്നും മികച്ചൊരു ഷോട്ടിലൂടെ എൻസോ ഗോൾ നേടി. കഴിഞ്ഞ മത്സരങ്ങളിൽ കണ്ടതുപോലെ തന്നെ അർജന്റീനയുടെ യഥാർത്ഥ പോരാട്ടം അവിടെ ആരംഭിക്കുകയായിരുന്നു. കളി തീരാൻ സെക്കൻഡുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴും മെസ്സി ടീമിനെ രക്ഷിക്കും എന്ന കടുത്ത വിശ്വാസമുള്ളവരാണ് അർജന്റീനിയൻ ഫാൻസ്. ആ പതിവ് ഇവിടെയും തെറ്റിച്ചില്ല. കളി അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ മെസ്സിയുടെ ഗംഭീരമായ ഒരു ക്രോസിൽ നിന്നും ലൗട്ടാരോ മാർട്ടിനസ് അർജന്റീനക്കായി വിജയ ഗോൾ നേടുന്നു. ഇംഗ്ലണ്ടിന്റെ പോരാട്ടം അവിടെ തീരുന്നു. 85 മിനിറ്റ് വരെ ഒരു ഗോളിന് പുറകിൽ നിന്ന ശേഷമാണ് 2 ഗോളുകൾ തിരിച്ചടിച്ച് അർജന്റീന മത്സരം സ്വന്തമാക്കിയത്. ഈ ലോകകപ്പിൽ പലതവണ ആവർത്തിച്ച അതേ മാജിക് സെമിഫൈനലിലും നമ്മൾ കാണും. ഈ മത്സരം ഇരു രാജ്യങ്ങൾക്കും വെറുമൊരു കളി മാത്രമായിരുന്നില്ല. വർഷങ്ങളായി കളിക്കളത്തിൽ തുടർന്നു വരുന്നൊരു യുദ്ധത്തിന്റെ ബാക്കിയാണ്. 1966 ഇംഗ്ലണ്ടിൽ നടന്ന ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിൽ ഒരു തർക്കത്തിന്റെ പേരിൽ അർജന്റീനയുടെ ക്യാപ്റ്റൻ ആയിരുന്ന അന്റോണിയോ റാറ്റിനെ റഫറി പുറത്താക്കുന്നു. അക്കാലത്ത് മഞ്ഞ ചുവപ്പ് കാർഡുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല. റഫറിമാർ ആംഗ്യം കാണിച്ചും വാക്കാൽ പറഞ്ഞുമാണ് താക്കീതും ശിക്ഷയും ഒക്കെ നൽകിയിരുന്നത്. റാറ്റിനാകട്ടെ ഇംഗ്ലീഷോ ജർമ്മനോ അറിയാമായിരുന്നില്ല. റഫറിക്ക് സ്പാനിഷും അറിയില്ലായിരുന്നു. ഭാഷ അറിയാത്തതിനാൽ റാറ്റിൻ എന്താണ് തർക്കിച്ചതെന്ന് മനസ്സിലാക്കുക പോലും ചെയ്യാതെയാണ് റഫറി അന്ന് റാറ്റിനെ പുറത്താക്കിയത്. നീതി കിട്ടിയില്ലെന്ന തോന്നൽ കൊണ്ട് റാറ്റിൻ മൈതാനം വിട്ടുപോകാൻ തയ്യാറായി. അയാൾ റഫറിയുമായി സംസാരിക്കാൻ ഒരു പരിഭാഷകനെ ആവശ്യപ്പെട്ടു. ഒടുവിൽ 10 മിനിറ്റോളം കഴിഞ്ഞ് പോലീസ് എത്തിയാണ് റാറ്റിനെ കളത്തിൽ നിന്നും നീക്കിയത്. ബ്രിട്ടീഷ് രാജ്ഞിയായ എലിസബത്തിന് ഒരുക്കിയിരുന്ന ചുവന്ന പരവതാനിയിൽ കുത്തിയിരുന്നാണ് അന്ന് റാറ്റിൻ പ്രതിഷേധിച്ചത്. ആ കളി അർജന്റീന ഒരു ഗോളിന് തോൽക്കുകയും ചെയ്തു. കളിക്ക് ശേഷം ഇംഗ്ലണ്ട് മാനേജർ അർജന്റീനിയൻ ടീമിനെ വിശേഷിപ്പിച്ചത് മൃഗങ്ങൾ എന്നായിരുന്നു. തോൽവിക്കും വിവാദമായ റഫറിങ്ങിനും ഒപ്പം ഇതും അർജന്റീനിയൻ ജനതയെ വല്ലാതെ പ്രകോപിപ്പിച്ചു. കഴിഞ്ഞ ദിവസം ഈ റാറ്റിൻ അന്തരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സ്മരണക്കായി ടീം കറുത്ത ആംബാൻഡ് അണിഞ്ഞിരുന്നു. പിന്നീട് 1982 ഫോക്ലാൻഡ് ദ്വീപിന് വേണ്ടി ഇംഗ്ലണ്ടും അർജന്റീനയും തമ്മിൽ യുദ്ധം നടക്കുന്നു. നൂറുകണക്കിന് ചെറുപ്പക്കാരായ അർജന്റീനൻ പട്ടാളക്കാരാണ് അന്ന് ബ്രിട്ടീഷ് പടയുടെ മുന്നിൽ മരിച്ചു വീണത്. അതിനുശേഷമാണ് 86 മെക്സിക്കോ ലോകകപ്പ് വരുന്നത്. അന്ന് ഡീഗോ മാറോണ 2 ഗോളുകൾ നേടിക്കൊണ്ട് ഇംഗ്ലണ്ടിനെ തകർക്കുകയായിരുന്നു. ആദ്യത്തേത് കൈകൊണ്ടാണെന്ന വിവാദം ഉയർന്നപ്പോഴും രണ്ടാമത്തെ ഗോൾ നൂറ്റാണ്ടിന്റെ ഗോൾ എന്നാണ് അറിയപ്പെടുന്നത്. അതോടെ മറഡോണ അർജന്റീനയ്ക്ക് ഒരു ദേശീയ വികാരമായി മാറുകയും ചെയ്തു. 98 ലോകകപ്പിൽ ഡീഗോ സിമിയോണിയുടെ അഭിനയം കാരണം ബെക്കാമിന് ചുവപ്പ് കാർഡ് കിട്ടിയിരുന്നു. ഇംഗ്ലണ്ട് 10 പേരായി ചുരുങ്ങി. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ അർജന്റീന ജയിക്കുകയും ചെയ്തു. എന്നാൽ 2002 ഇംഗ്ലണ്ട് തിരിച്ചു വന്നു. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഡേവിഡ് ബെക്കാമിന്റെ പെനാൽറ്റി ഗോളിൽ അവർ വിജയിച്ചു. ഈ യുദ്ധത്തിന്റെ ഏറ്റവും പുതിയ അധ്യായമാണ് ഇന്ന് നമ്മൾ കണ്ടത്. അർജന്റീന ഒരിക്കൽ കൂടി ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചിരിക്കും. ഈ ലോകകപ്പിൽ ഇതുവരെ പുറത്തുപോയ എല്ലാ ടീമുകളുടെയും ആരാധകർ ഒരേപോലെ വെറുക്കുന്ന ടീമായി മാറിയിരിക്കുന്നു അർജന്റീന. ബ്രസീൽ, പോർച്ചുഗൽ, ജർമ്മനി, ഫ്രാൻസ് ടീമിന്റെയൊക്കെ മിക്കവാറും ആരാധകർ അർജന്റീനക്കെതിരായി മാറി. ഫിഫയെ സ്വാധീനിച്ച് വിജയിക്കുന്നു എന്ന രീതിയിൽ വരെ ആരോപണങ്ങളുണ്ടായി. അർജന്റീന തോൽക്കാൻ പോകുന്നു എന്ന് തോന്നിപ്പിച്ച ചില കളികളിൽ അവരുടെ അസാധ്യമായ തിരിച്ചുവരവും ഈ ആളുകൾക്ക് സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല. അവരൊക്കെ കാത്തിരുന്നത് ഈ ഒരു മത്സരത്തിന് വേണ്ടിയായിരുന്നു. എന്നാൽ അർജന്റീനയുടെ തോൽവി കാത്തിരുന്നവർക്ക് ഇന്നും കനത്ത പ്രഹരമാണ് കിട്ടിയത്. ഇനി ഹേറ്റേഴ്സിന് ഫൈനലിനായി കാത്തിരിക്കും. എല്ലാത്തരം ആരോപണങ്ങളുടെയും മുനയൊടിച്ചുകൊണ്ട് മെസ്സിയും സംഘവും ഫൈനലിൽ ഉണ്ടാകും. അവസാന മിനിറ്റുകൾ വരെ പിന്നിൽ നിൽക്കുമ്പോഴും തോൽക്കില്ല എന്നുറപ്പിച്ചുള്ള ആ പോരാട്ട വീര്യം ഒരിക്കൽ കൂടെ നമുക്ക് ലോകകപ്പിന്റെ ഫൈനലിൽ കാണാൻ കഴിയും. 2016 ഒരിക്കൽ വിരമിച്ച ശേഷം തിരിച്ചു വന്ന ആളാണ് ലയണൽ മെസ്സി. പിന്നീട് അയാൾ കീഴടക്കിയത് സ്വപ്നതുല്യമായ നേട്ടങ്ങളാണ്. മെസ്സിയുടെ കടുത്ത ആരാധകർ പോലും പ്രതീക്ഷിക്കാത്ത തേരോട്ടമാണ് പിന്നീട് ലോകം കണ്ടത്. കരിയർ അവസാനിക്കുന്നതിന് മുന്നേ ഒരു ലോകകപ്പ് കൂടി അർജന്റീനക്ക് മെസ്സി സമ്മാനിക്കുമോ എന്നറിയാൻ 3 ദിവസം കൂടെ കാത്തിരിക്കണം.